വെൽക്കം ടു വെൽ ഫോക്കസ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്? സിങ്കിങ് ഫണ്ടാണ്. ഡെഫിനിഷൻ എന്താണ്? എ സിങ്കിങ് ഫണ്ട് ഇസ് ഐദർ എ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് in order to provide for the replacement of wasting assets such as leased plant and machinery, etc. അതായത് സിങ്കിങ് ഫണ്ട് ഒന്നെങ്കിൽ ഏത് തരത്തിലായിരിക്കാം, നമ്മൾ ഈ വാസ്റ്റിംഗ് അസറ്റ്സ് ഒക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് എന്തിനാ ചാർജ് ചെയ്യുന്ന തരത്തിൽ ചാർജ് ചെയ്തുകൊണ്ട് മാറ്റി വയ്ക്കുന്ന ഒരു ഫണ്ടായിരിക്കാം. അല്ലെങ്കിൽ ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ടു റീപേ ലയബിലിറ്റി സച്ച് എസ് ലോൺസ് ഓർ ഡിബെഞ്ചേഴ്സ്. ലോൺസ്, ഡിബെഞ്ചേഴ്സ് പോലുള്ള ലയബിലിറ്റീസ് റീപേ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോഫിറ്റ് എന്ന് ഒരു എമൗണ്ട് മാറ്റി വയ്ക്കുന്ന തരത്തിലുള്ള ഒരു അപ്രോപ്രിയേഷൻ ആയിരിക്കാം. സിങ്കിങ് ഫണ്ട് ഇങ്ങനെ രണ്ട് തരത്തിൽ വരാം. അതായത് ഒന്നുമില്ല, നമ്മൾ എന്താണ്, നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഒരു പെർട്ടിക്കുലർ ആവശ്യം വന്നെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഓഫ് അസറ്റ് അല്ലെങ്കിൽ എന്താണ് റീപേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റി, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു എമൗണ്ട് എന്ത് ചെയ്യാണ്, മാറ്റി വയ്ക്കുകയാണ്. അതിനെയാണ് സിങ്കിങ് ഫണ്ട്, അല്ലെങ്കിൽ ഒരു ഫണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതിനാണ് സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. ഇൻ ഈച്ച് കേസ് ഹവർ ദർ ഇസ് കറസ്പോണ്ടിങ് എമൗണ്ട് ഓഫ് ക്യാഷ് ഇൻവെസ്റ്റഡ് സോ ദാറ്റ് സിങ്കിങ് ഫണ്ട് മേ ബി റിയലൈസിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓരോ കേസിലും എന്താണ്, കറസ്പോണ്ടിങ് എമൗണ്ട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്താണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് അവൈലബിൾ ആണ്, അല്ലെ, ആസ് ആൻഡ് വെൻ റിക്വയർഡ് ബൈ റിയലൈസിങ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സിങ്കിങ് ഫണ്ട് നമ്മൾ വേറൊരു പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴാണോ അത് ആവശ്യം വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്മീഡിയറ്റ്ലി അവൈലബിൾ ആക്കാൻ പറ്റും. കാരണം നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്ത് അത് റിയലൈസ് ആ ഒരു സെക്യൂരിറ്റീസ് റിയലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴാണോ വേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റിയലൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള പർപ്പസിനുള്ള ഒരു എമൗണ്ട് ആക്കി മാറ്റാൻ പറ്റും. സോ ഒരു കറസ്പോണ്ടിങ് നമ്മൾ ഈ ഇപ്പോൾ സപ്പോസ് നമ്മൾ ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിടയ്ക്ക് ഡിപ്രിസിയേഷൻ നമ്മൾ എന്താണ് ഓരോ വർഷം മാറ്റി വയ്ക്കുന്നത്. ഈ ഒരു അസറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് യൂസ്ഫുൾ ലൈഫ് കഴിയുമ്പോൾ ഈ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഡിപ്രിസിയേഷൻ ഫണ്ട് ആണ് സിങ്കിങ് ഫണ്ട് ഒരു എക്സാമ്പിൾ. ഡിപ്രിസിയേഷൻ ഫണ്ട്, അപ്പോൾ ഡിപ്രിസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചൊരു എമൗണ്ട് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ് നമുക്ക് പുതിയൊരു അസറ്റ് എന്ത് ചെയ്യാം, വാങ്ങാം, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ സിങ്കിങ് ഫണ്ടിന് വേണ്ടി ഓരോ എമൗണ്ട് കൊല്ലം മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ആവശ്യം വരുന്ന സമയത്ത് പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ഈ ഒരു മാറ്റി വയ്ക്കുന്ന എമൗണ്ട് നമ്മൾ വെറുതെ മാറ്റി വയ്ക്കില്ല. ആ ഒരു ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പുറത്തൊരു സെക്യൂരിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ പുറത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എപ്പോഴാണോ റിക്കവർ ആവുന്നത് അപ്പോൾ നമ്മൾ പുറത്ത് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, റിയലൈസ് ചെയ്യാം, അല്ലെങ്കിൽ അതിന് ക്യാഷ് ആയി മാറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് സിങ്കിങ് ഫണ്ട് പ്രത്യേകത. നമ്മൾ സിങ്കിങ് ഫണ്ട് ഒരു പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന ഒന്നാണ്. ആ ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സിങ്കിങ് ഫണ്ടാണ് മാറ്റി വെച്ച എമൗണ്ട് റിയലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനടി ഈ മാറ്റി വെച്ച എമൗണ്ട് വെച്ച് ഏതാണോ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് റിയലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ an example of sinking fund is to reap its liability shown here under. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ ഫണ്ട് മാറ്റി വയ്ക്കുന്നതാണ്. ഡിപ്രിസിയേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക. അത് ഞാൻ ഡിപ്രിസിയേഷൻ ഫണ്ട് മെത്തേഡിൽ ആ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സെയിം ആണ് സിങ്കിങ് ഫണ്ടിൽ വരുന്നതാണ് ഡിപ്രിസിയേഷൻ ഫണ്ട് എന്ന് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കണം, മസ്റ്റായിട്ട് നോക്കണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു, അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഒരു ലയബിലിറ്റി റീപേ ചെയ്യാൻ വേണ്ടി കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ലയബിലിറ്റി റീപേയ്മെൻറ്റ് സിങ്കിങ് ഫണ്ട് എങ്ങനെയാണെന്നാണ് ഒരു വ്യത്യാസമുള്ള. നിങ്ങൾ ഡിപ്രിസിയേഷൻ ഫണ്ട് മെത്തേഡിൻ്റെ അക്കൗണ്ട്സ് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് വരും, അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമ്മൾ കൊണ്ടുവരികയാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം ഇങ്ങനെ ഒരിക്കലും ഡിപ്രിസിയേഷൻ ഫണ്ട് മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിത് വേഗം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിപ്രിസിയേഷൻ ഫണ്ട് മെത്തേഡിൻ്റെ വീഡിയോ എടുത്തിട്ട് കാണാം. ഓക്കെ, a sum of rupees 6,000 is borrowed for 6 years. It is resolved to provide for its repayment by means of sinking fund. Recurring interest at 3% per annum. Show the ledger account. അതായത് നമ്മളൊരു 6,000 റുപ്പീസ് ബോറോ ചെയ്തിട്ടുണ്ട് 6 ഇയേഴ്സിനാണ്. അതെന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളത് റീപേയ്മെൻറ്റിന് വേണ്ടി നമ്മളൊരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3% per annum ആണ് ഇത്. അപ്പോൾ എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട് കാണിക്കാൻ പറയുന്നത്, ലോൺ അക്കൗണ്ട് നമുക്ക് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ബൈ ക്യാഷ് എന്ന് വരും, നമ്മൾ ക്യാഷ് വാങ്ങുന്നു. ദെൻ ലാസ്റ്റ് ഇയർ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ക്യാഷ് അക്കൗണ്ട് തിരിച്ചു കൊടുക്കുന്നതാണ്. ഇനി ലോൺ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഈ ടേബിൾ ബി, ഞാൻ ഡിപ്രിസിയേഷൻ ഫണ്ട് എന്ന ടേബിൾ പ്രകാരം നമ്മൾ 6 ഇയേഴ്സിന് 3% എത്രയാണ് അതിൻ്റെ ഒരു വാല്യൂ കാണുന്നത് നോക്കുക. ആ വാല്യൂ പ്രകാരം നമുക്ക് അപ്രോപ്രിയേഷൻ വരുന്നത്
നമ്മൾ റീപേയ്മെൻറ്റിന് വേണ്ടി അപ്രോപ്രിയേറ്റ് ചെയ്യുക, പ്രോഫിറ്റിന് അപ്രോപ്രിയേറ്റ് ചെയ്യുക. അപ്പോൾ പ്രോഫിറ്റിന് അപ്രോപ്രിയേറ്റ് നമ്മൾ മാറ്റി വയ്ക്കുന്നത് 927 രൂപയാണ്. നിങ്ങൾക്ക് ആ ടേബിൾ ബി പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും. 6000 ഇൻറ്റു ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 927 റുപ്പീസ് കിട്ടും. അപ്പോൾ നമ്മൾ കൊല്ലം എന്ത് ചെയ്യും, ഈ ഡിപ്രിസിയേഷൻ അപ്രോപ്രിയേഷൻ മാറ്റി വയ്ക്കും. കൂടാതെ ഈ അപ്രോപ്രിയേഷന് കിട്ടുന്ന ഇൻട്രസ്റ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യും, അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും, ഈ സിങ്കിങ് ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പം നമുക്ക് ഫസ്റ്റ് ഇയറിൽ ബൈ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 927. സോ ആ ഇയറിൽ ബാലൻസ് ക്യാരിഡ് ഓൺ 927 റുപ്പീസ്. ഇയർ 2 ഈ ബാലൻസ് വരുന്നു. ദെൻ ബൈ ക്യാഷ്, ഇതിൻ്റെ ഈ ഒരു 927 നേരത്തെ ഈ ബാലൻസ് ബ്രോഡ് ഓൺ, ഈ കൊല്ലത്തെ ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ്, അതിൻ്റെ മുകളിൽ 3% നമുക്ക് എന്ത് വരും, നമുക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ആ കൊല്ലത്തിൽ നമ്മൾ അപ്രോപ്രിയേഷൻ ചാർജ് ചെയ്യുന്നു. അപ്രോപ്രിയേഷൻ എല്ലാ കൊല്ലവും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ഇയറിലുള്ള ബാലൻസ് കിട്ടും 1182 റുപ്പീസ്. അത് ഇയർ 3 ഓപ്പണിംഗ് ബാലൻസ് ആയി വരുന്നു. അതിൻ്റെ മുകളിൽ 3% എന്ത് കാണുന്നു, ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കൊടുത്ത് 56 റുപ്പീസ് ബൈ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് എല്ലാ കൊല്ലം 927 റുപ്പീസ് മാറ്റി വയ്ക്കുന്നു. ഈ ഒരു കോൺസെപ്റ്റാണ് 6 ഇയേഴ്സിലും വരുന്നത്. 6 ഇയേഴ്സ് നമുക്ക് എത്ര കിട്ടും, നമ്മൾ 5,997 റുപ്പീസാണ്. നിങ്ങളിത് എന്ത് ചെയ്യണം, അപ്രോക്സിമേറ്റ്ലി 6000 റുപ്പീസിന് നിങ്ങൾ അസ്യൂം ചെയ്യണം കേട്ടോ. അതാണ് ഫണ്ട്. നമ്മൾ നേരത്തെ ഡെപ്രിസിയേഷൻ ഫണ്ട് അക്കൗണ്ട് എങ്ങനെയാണോ ചെയ്തത്, സെയിം മെത്തേഡാണ്. അപ്രോപ്രിയേഷൻ്റെ എമൗണ്ട് മാറ്റി വയ്ക്കുന്നു. ആ എമൗണ്ട് എന്ത് ചെയ്യുന്നു, പുറത്ത് ഇൻവെസ്റ്റ് ചെയ്തു നമ്മൾ പറയുന്നു. ആ ഒരു ബാലൻസിൻ്റെ മുകളിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാണുന്നു. ദെൻ ആ കൊല്ലത്തെ അപ്രോപ്രിയേഷൻ എമൗണ്ട് കൂടി ആഡ് ചെയ്ത് അടുത്ത കൊല്ലം അതിൻ്റെ മുകളിലൂടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് കാണുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കണക്കാക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എത്രയാണോ അല്ലേ, അത് ആ വാല്യൂ നമുക്ക് റിയലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് അത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്താണ്, ക്യാഷ് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ 927 റുപ്പീസ് അപ്രോപ്രിയേഷൻ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ടു ക്യാഷ് 927 റുപ്പീസ് ബൈ ബാലൻസ് ക്യാരിഡ് ആ ഇയറിൽ 927 റുപ്പീസ്. നെക്സ്റ്റ് ഇയറിൽ ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരുന്നത് 927 ആണ് ഇയർ 2 വരുന്നത്. ആ ഒരു വർഷം നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ഒരു വർഷം ആ കൊല്ലത്തേക്ക് മാറ്റി വയ്ക്കുന്ന അപ്രോപ്രിയേഷൻ എമൗണ്ടും അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടൊക്കെ കാണാം. അങ്ങനെ ഓരോ കൊല്ലവും നമ്മൾ ആ ഒരു ഇതിലേക്കുള്ള ക്യാഷും അതുപോലെ തന്നെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടും അതുപോലെ തന്നെ ആ കൊല്ലത്തെ ഇൻട്രസ്റ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കൃത്യമായി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാണ്, ഞാൻ പറയാതെ പോകുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. അത് അങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ സിങ്കിങ് ഫണ്ട് ടു റീപ്ലേസ് ആൻ അസറ്റ് ആൻഡ് സിങ്കിങ് ഫണ്ട് ടു റീപേ ലയബിലിറ്റി. ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു ലയബിലിറ്റി റീപേ ചെയ്യാൻ വേണ്ടിയിട്ടും സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. സോ എന്താണ് തമ്മിൽ ഡിഫറൻസ്? ഇൻ ദ ഫസ്റ്റ് കേസ് ദ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു അസറ്റ് അക്കൗണ്ട് ഇൻ ഓർഡർ ടു ക്ലോസ് ലേറ്റർ. ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യും, അത് അസറ്റ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്ലോസ് ചെയ്യും. അസറ്റ് അക്കൗണ്ട് ഇൻ ഓർഡർ ടു ക്ലോസ് അത് ലേറ്റർ. ഇൻ ദ സെക്കൻഡ് കേസ് ദ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് remain unused, the liability being repaid not with profit but with cash on account of this profit and are transferred to reserve account. സെക്കൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലേ അവിടെ റിമെയിൻ ചെയ്തിരിക്കുന്ന ആ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് നമ്മൾ റിസർവ് അക്കൗണ്ടിലോട്ട് മാറ്റുകയാണ് ചെയ്യുക. ആദ്യത്തെ എവിടേക്കാണ് മാറ്റുക, അസറ്റ് അക്കൗണ്ടിലോട്ട് മാറ്റും. രണ്ടാമത്തിൽ എവിടേക്കാണ് മാറ്റുക, റിസർവ് അക്കൗണ്ടിലോട്ടാണ് മാറ്റുക. അപ്പോൾ ഇത് എന്താണ് കാണിക്കുന്നത്, ഇറ്റ് ഷോസ് വെരി ക്ലിയർലി ദാറ്റ് സിങ്കിങ് ഫണ്ട് ടു റീപ്ലേസ് എ വേസ്റ്റിംഗ് അസറ്റ് as charge against profit, not an appropriation of profit, because the accumulation of revenue required at the end of the period to extinguish the asset account. അപ്പം നമ്മളെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സിങ്കിങ് ഫണ്ട് ഒരു വേസ്റ്റിംഗ് അസറ്റിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രോഫിറ്റ് എന്നുള്ള ചാർജ് ആയിട്ട് വരിക, ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് വരിക. ഒരിക്കലും പ്രോഫിറ്റ് നമ്മൾ അപ്രോപ്രിയേറ്റ് ചെയ്തെടുക്കുകയല്ല ചെയ്യുക, അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, അത് ചാർജ് ചെയ്യും. ഓക്കെ, ബിക്കോസ് ദ അക്യുമുലേഷൻ ഓഫ് റവന്യൂ, ആ ഒരു റവന്യൂ നമുക്ക് എന്ത് വേണം, അത് എൻഡ് ഓഫ് പീരീഡ് നമുക്ക് ആ അസറ്റ് എക്സ്റ്റെൻഷൻ ചെയ്യാൻ വേണ്ടി ആ ഒരു റവന്യൂ വേണം. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ട, അസറ്റ് ഡിപ്രീസിയേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒരു ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യും, നമുക്ക് ആ എൻ്റയർലി യൂസ്ഫുൾ ലൈഫിലോട്ട് വരും. അങ്ങനെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അസറ്റ് അക്കൗണ്ടിന് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യുക.
സിഗ്നിഫിക്കൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ബീങ് ഇക്വലൻറ്റ് ടു ദ ആനുവൽ ഡിപ്രിസിയേഷൻ. അപ്പോൾ നമ്മൾ ഓരോ കൊല്ലം ഈ അസറ്റ് അക്കൗണ്ട് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന എമൗണ്ട് എന്നുള്ളത് അതാണ് നമ്മൾ സിഗ്നിഫിക്കൻറ്റ് ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് വരുന്നത്. സോ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് നമ്മൾ ചാർജ് ചെയ്യുക അല്ലേ. നമ്മൾ എവിടെയാണ് പ്രോഫിറ്റ്, ഞാൻ പറഞ്ഞിട്ടുണ്ടാകുന്നു ഡിപ്രിസിയേഷൻ എടുക്കുക ചാർജ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുക, ഡിപ്രിസിയേഷൻ ഫണ്ട് എവിടേക്ക് ചാർജ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യുമ്പോൾ അതെന്താണ്, അതൊരു ചാർജ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ഇറ്റ്സ് നോട്ട് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. Our sinking fund to repay liability accumulate profit we have seen remain unused at the end of period. അത് ആ എൻഡ് ഓഫ് പീരീഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് ഷോസ് ദാറ്റ് ദെയർ ആക്ച്വൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഇത് ആക്ച്വൽ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. ഇത് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലോട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടല്ല. ഇനി എന്താണ് റിസർവ്? റിസർവ് ഇസ് ഡിഫൈൻഡ് ആസ് എ ചാർജ് മെയ്ഡ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ബിഫോർ അറൈവിങ് അറ്റ് ആക്ച്വൽ നെറ്റ് പ്രോഫിറ്റ് ഇൻ ഓർഡർ ടു മേക്ക് പ്രൊവിഷൻ ഫോർ എൻ എക്സ്പെക്റ്റഡ് ലോസ് ഓർ ലയബിലിറ്റി. ഒരു എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ലോസോ ലയബിലിറ്റിക്കോ എതിരെ നമ്മൾ എന്താണ്, ആ ഒരു ലോസ് വരാനുണ്ട് അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി വരാനുണ്ടെന്ന് കണ്ടുകൊണ്ട് ഒരു എമൗണ്ട് പ്രൊവിഷനായിട്ട് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. നെറ്റ് പ്രോഫിറ്റിലോട്ട് അറൈവ് ചെയ്യുന്നതിന് മുന്നേ ഒരു എമൗണ്ട്, ഒരു പെർസെൻറ്റേജ് ഓഫ് എമൗണ്ട് നമ്മൾ പ്രൊവിഷനായിട്ട് ആ ഒരു ലോസിന് ലയബിലിറ്റി നേരിടാൻ വേണ്ടി നമ്മൾ പ്രൊവിഷനായിട്ട് എന്താണ് ഇയർ ബൈ ഇയർ മാറ്റി വയ്ക്കുകയാണ്. എക്സാമ്പിൾ ബാഡ് ഡെറ്റ് റിസർവ് അല്ലേ. ബാഡ് ഡെറ്റ്സ് ഉണ്ടായിക്കൂടെയില്ല, എല്ലാ ഡെക്ടേഴ്സും നമുക്ക് ക്യാഷ് തന്നോളണമെന്നില്ല, ചിലതൊക്കെ ബാഡ് ആക്ട് ആയി പോകും. അപ്പോൾ ബാഡ് ആക്ട് വരും എന്നൊരു ഉറപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ ബാഡ് ആക്ടിനെ നേരിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കുറച്ച് എമൗണ്ട് ഇങ്ങനെ മാറ്റി വയ്ക്കും. ഇത്രയും ബാഡ് ആക്ട് ആയ ആ റിസർവ് നിർത്തി എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ലയബിലിറ്റി മീറ്റ് ചെയ്യാം എന്നൊരു തരത്തിൽ. ഓക്കെ, അതിൽ റിസർവ് ഫോർ ഡിസ്കൗണ്ട്, റിസർവ് ഫോർ ഓഡിറ്റ് ഫീസ്, repairs and renewal reserve. Necessary repairs and renewals each year may vary considerably as regard the cost. അത് നമ്മളൊരു അസറ്റോ അല്ലെങ്കിൽ വേറെ മെഷീനറിയോ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അതിൽ നിന്ന് റിപ്പേഴ്സും റിന്യൂവലും എന്താണ് ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. എല്ലാ വട്ടവും ഒരുപോലത്തെ ആയിരിക്കില്ല അവർ. ഇപ്പോൾ ഒരു മാസം കുറച്ച് ചെറിയൊരു എമൗണ്ട് ആവുമെന്ന് ചോദിച്ചാൽ, പക്ഷെ നെക്സ്റ്റ് വരുന്ന റിപ്പേഴ്സ് വളരെ ഹൈ എമൗണ്ടാണ്. ചില കാലങ്ങളിൽ എന്തിനാ റിപ്പേഴ്സ് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു റിപ്പേഴ്സിൻ്റെ എമൗണ്ട് നമുക്ക് അങ്ങനെ മുൻകൂട്ടി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ റിപ്പേഴ്സ് ആൻഡ് റിന്യൂവൽ റിസർവ് ക്രിയേറ്റ് ചെയ്യും. ആ റിസർവ് ക്രിയേറ്റ് ചെയ്ത് കൊല്ലം നമുക്ക് എത്രയാണോ റിപ്പേഴ്സിന് എമൗണ്ട് വന്ന് അത് ഞങ്ങൾ ഡെബിറ്റ് ചെയ്ത് വിടും. ഓക്കെ, നമ്മൾ ഈ റിപ്പേഴ്സും റിന്യൂവലും വരും എന്ന് കരുതിക്കൊണ്ട് ഒരു റിസർവ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് ഒരു എമൗണ്ട് എന്ത് ചെയ്യും, ഇയർ ബൈ ഇയർ നമ്മൾ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, to avoid revenue being charged each year with very unequal sum, a fixed amount ആണ് is debited annually to profit and loss and credited to repairs and renewals reserve account. നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് എന്ത് ചെയ്യും, ആനുവലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും, റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽ റിസർവ് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യും. ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് സച്ച് റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് ദെൻ ഡെബിറ്റഡ് ടു റിസർവ് അക്കൗണ്ട്. പിന്നെ എത്രയാണോ ആക്ച്വലായിട്ട് വരുന്ന കോഴ്സ് എന്നുള്ളതെങ്കിൽ അത് നമ്മൾ റിസർവ് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ചെയ്യും, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. ഓക്കെ, അതിന് റിപ്പയേഴ്സ് ഈക്വലൈസേഷൻ റിസർവ് എന്നും മെയിൻ്റനൻസ് റിസർവ് എന്നും നമ്മൾ പറയാറുണ്ട്. എന്താ ജേണൽ എൻട്രി? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് റിസർവ് അക്കൗണ്ട്. ദെൻ എന്ത് ചെയ്യുന്നു, ഈ റിപ്പയേഴ്സ് ഏതാണ് ആക്ച്വൽ എമൗണ്ട് ഓഫ് റിപ്പയേഴ്സ് അതിന്ന് ആ ഒരു എമൗണ്ടിലേക്ക് ഇതിന്ന് എടുക്കുന്നു അല്ലേ. റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് അക്കൗണ്ട് റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു റിപ്പയേഴ്സ് അക്കൗണ്ട്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഇനി എന്താണ് റിസർവ് ഫണ്ട്? Reserve fund is the term applied to the profit that have been put by and allowed to accumulate in order to increase the financial stability ആണ് കേട്ടോ, ലയബിലിറ്റി അല്ല. ഞാൻ വിചാരിച്ചു തെറ്റ് വന്നിരിക്കുകയാണ്. ഓക്കെ, സ്റ്റെബിലിറ്റി ആണ്, ലയബിലിറ്റി അല്ല കേട്ടോ. അതാ മീനിങ്ങേ മാറിപ്പോയി അല്ലേ. Reserve fund is a term applied to the profit that have been put by and allowed to accumulate in order to increase the financial stability of a limited company. ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ ഒന്ന് ഇൻക്രീസ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം മാറ്റി വയ്ക്കണം. എന്ത് ചെയ്യാലും ലോസോ ലയബിലിറ്റി ഒക്കെ വരുമ്പോൾ നമുക്ക് നേരിടാൻ വേണ്ടി റിസർവ് ഫണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇന്ത്യൻ ലോസും ലയബിലിറ്റി നമ്മുടെ ബിസിനസ്സിൽ വരാം. ഒരിക്കലും എന്താണ് ബിസിനസ് നമുക്കൊരു സർട്ടേനായിട്ട് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവമല്ല. അപ്പോൾ ലോസും ലയബിലിറ്റിയൊക്കെ വരുമ്പോൾ നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യാൻ പാടില്ല, വീണ് പോകാൻ പാടില്ല, നമ്മളെ എൻറ്റിറ്റി വീണ് പോകാൻ പാടില്ല. അപ്പോൾ അതൊക്കെ വരുമെന്ന് കണക്കൂട്ടി നമ്മൾ ഓരോന്നും എന്ത് ചെയ്യണം, റിസർവ് സൂക്ഷിക്കണം. ഓരോ കൊല്ലം ഓരോ റിസർവ് നമ്മൾ ചെറിയൊരു എമൗണ്ട് നമ്മൾ മാറ്റി വെക്കണം. ചെറിയൊരു എമൗണ്ട് അല്ല, നമുക്ക് എത്രയാണ് എമൗണ്ട് ആ എമൗണ്ട് മാറ്റി വെക്കണം. അങ്ങനെയാണ് നമ്മളെ ബിസിനസ്സിന് എക്സ്പെക്റ്റഡ് ലോസ് ആൻഡ് ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുക.
ഇറ്റ് മേ ബി ഇൻവെസ്റ്റഡ് ഇൻ ദ ബിസിനസ് ഇറ്റ്സെൽഫ്, ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം ആ ഒരു എമൗണ്ട്, which it is represented by undivided portion of a general asset, or it may be invested outside of the business. നമുക്ക് ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡ് ആ ഒരു എമൗണ്ട് നമ്മൾ മാറ്റി വയ്ക്കുന്ന റിസർവിനായിട്ട് മാറ്റി വയ്ക്കുന്ന എമൗണ്ട് ബിസിനസ്സിൻ്റെ ഔട്ട്സൈഡ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ബൈ ടേക്കിംഗ് ആൻ ഈക്വലൻ്റ് എമൗണ്ട് ഓഫ് ക്യാഷ് ആൻഡ് ബൈയിങ് അതർ സെക്യൂരിറ്റീസ്. ഓക്കെ, ദെൻ റിസർവ് ഫണ്ട് വേഴ്സസ് സിങ്കിങ് ഫണ്ട്. എന്താണ് റിസർവ് ഫണ്ടും സിങ്കിങ് ഫണ്ടും തമ്മിലുള്ള ഡിഫറൻസ്? റിസർവ് ഫണ്ട് ഈസ് നോട്ട് മെയ്ഡ് ഫോർ എനി സ്പെസിഫിക് പർപ്പസ് ബട്ട് ഫോർ മീറ്റിംഗ് കണ്ടിൻജൻസീസ്, റിപ്പയേഴ്സ്, റീപ്ലേസ്മെൻറ്റ്. റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫണ്ടല്ല. ബട്ട് എ സിങ്കിങ് ഫണ്ട് ഈസ് മെയ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ്. സിങ്കിങ് ഫണ്ട് എന്താണ്? സ്പെസിഫിക് പർപ്പസ് ഉണ്ട്. ഒന്നെങ്കിൽ എന്തായിരിക്കും അസറ്റിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ഓഫ് ലയബിലിറ്റി ആയിരിക്കും. അപ്പോൾ റിസർവ് ഫണ്ട് ഒരു ജനറൽ ആയിട്ടുള്ള ഫണ്ടും അത് ജനറൽ എന്തെങ്കിലും ഒരു കണ്ടിൻജൻസി മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, സിങ്കിങ് ഫണ്ട് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുമാണ്. സിങ്കിങ് ഫണ്ട് മസ്റ്റ് ബി ഇൻവെസ്റ്റഡ്, റിസർവ് ഫണ്ട് മേ ഓർ മേ നോട്ട്. സിങ്കിങ് ഫണ്ട് എന്താണ്? മസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യണം, റിസർവ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാം. ഇനി എന്താണ് സീക്രട്ട് റിസർവ്? വാട്ട് ഇസ് സീക്രട്ട് റിസർവ്? സീക്രട്ട് റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഇതുപോലെ തന്നെ റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ എന്താണ് ബാലൻസ് ഷീറ്റിൽ ആ റിസർവിനെ നമ്മൾ കാണിക്കില്ല. അതിനാണ് അത് കാണിക്കാതെ നമ്മൾ സീക്രട്ട് എന്ന് പറഞ്ഞില്ല. ആസ് ദ നെയിം സജസ്റ്റ് ഇറ്റ് ഈസ് സീക്രട്ട്. എ സീക്രട്ട് റിസർവ് ഇസ് എ സർപ്ലസ്, നമുക്കുണ്ടാകുന്ന സർപ്ലസ് ആണ്, പക്ഷെ അതിൻ്റെ എക്സിസ്റ്റൻസ് ഓഫ് വിച്ച് ഈസ് നോട്ട് ഷോൺ ഓൺ ദ ബാലൻസ് ഷീറ്റ്. ആ ഒരു സംഭവത്തിൻ്റെ എക്സിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നില്ല. ഓക്കെ, നമുക്ക് കുറേ വേസിലുണ്ടാക്കാം. ഫസ്റ്റ് വന്നിട്ട് ബൈ എക്സസീവ് ഡിപ്രിസിയേഷൻ ഓഫ് അസറ്റ്സ്, ജസ്റ്റ് റൈറ്റിംഗ് ഡൗൺ പ്രിമൈസസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബിലോ ദി പ്രോപ്പർ വാല്യൂ. ഒരുപാട് ഡിപ്രിസിയേഷൻ എന്ത് ചെയ്യണം, എഴുതിയിടാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഡിപ്രിസിയേഷൻ ഒരുപാടാകുമ്പോൾ നമുക്ക് എന്താണ്, ഡിപ്രിസിയേഷൻ എമൗണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യാണല്ലേ. ആ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സർപ്ലസ് കിട്ടില്ല, പുറത്ത് ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ സർപ്ലസ് ഒരു എക്സസീവ് ആകുമ്പോൾ എക്സസീവായുള്ള സർപ്ലസ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ ബൈ അണ്ടർ വാല്യുവേഷൻ ഓർ ഒമിഷൻ ഓഫ് അസറ്റ്, അസറ്റിനെ ഒമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂ ചെയ്യുകയോ ചെയ്യണം. ഓക്കെ, by undervaluation or omission of asset. Asset may be shown at cost to they have gradually appreciated. Stock in trade may be valued much below its actual price. Some companies omit their goodwill, so it may be of enormous value. Okay, എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റിന് നമ്മൾ വില കുറച്ച് കാണിക്കുക, അതിന് അപ്രിസിയേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും വില കുറച്ച് കാണിക്കുകയാണ്. അപ്പോൾ എന്താ എൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസറ്റിൻ്റെ വാല്യൂ കൂടുതലാണ്, അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഫിനാൻഷ്യൽ നമ്മൾ ബിസിനസ്സിന് ഇത്രയും വാല്യൂ അസറ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ കാണിക്കുന്നില്ല. അത് നമ്മൾ സീക്രട്ട് റിസർവ് ആയിട്ട് അങ്ങനെ വെക്കുകയാണ്. ഓക്കെ, അത് നമുക്ക് എന്തെങ്കിലും ഒരു ലോസ് ഓഫ് ലയബിലിറ്റി വരുമ്പോൾ നമുക്ക് അതെടുത്ത് യൂസ് ചെയ്യാം. നമുക്ക് ആ റിസർവ് അല്ലെങ്കിൽ ആ സർപ്ലസ് നമ്മൾ എന്ത് ചെയ്യാണ്, സീക്രട്ടായിട്ട് വെക്കുകയാണ്. ദെൻ ബൈ ക്രിയേറ്റിംഗ് അൺനെസസറി ഒരു എക്സസീവ് റിസർവ് ഫോർ ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് എക്സെട്ര ഫോർ ഫിറ്റീഷ്യസ് ലയബിലിറ്റി, ബൈ ചാർജിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് പോയിൻ്റാണ്. അതുപോലെ അൺനെസസറി അല്ലെങ്കിൽ എക്സസീവ് റിസർവ് ക്രിയേറ്റ് ചെയ്യാം. അത്രയും റിസർവ് അവിടെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നമ്മൾ കൂടുതൽ റിസർവ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്ന് നേരെ ആ റിസർവ് അവിടെ കാണിക്കില്ല. നമുക്ക് അവിടെ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുറേ എക്സസീവ് ഉള്ള റിസർവ് കൊടുക്കുക. ബൈ ചാർജിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു റവന്യൂ, ഫോർ ഇൻസ്റ്റൻസ് ഡെബിറ്റിംഗ് PDF എന്തോ debiting addition to building to the profit and loss account instead of the buildings account on the balance sheet. The building would has appear at less than the proper value. അതായത് നമ്മൾ ബിൽഡിങ്ങിലൊക്കെ അഡീഷൻ വരുന്ന സമയത്ത് നമ്മൾ അസറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ബിൽഡിങ്സ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. അതിന് പോലെ എന്ത് ചെയ്യണം, നമ്മൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കണം. അപ്പോൾ നമ്മൾ അസറ്റിൻ്റെ വാല്യൂ എന്താണ് കുറഞ്ഞ് കാണിക്കുക. അസറ്റിൻ്റെ വാല്യൂ ഞാൻ പറഞ്ഞു ഓൾറെഡി, അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞ് കാണിച്ചാൽ എന്താണ്ടാവും ഞാൻ പറഞ്ഞു. അങ്ങനെ കുറേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സീക്രട്ട് റിസർവ് ക്രിയേറ്റ് ചെയ്യണം. എന്താ അഡ്വാൻറ്റേജ്? ദേ പ്രൊമോട്ട് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലേ. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമുക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. കാരണം എന്താണ്, എക്സ്ട്രാ ഓർഡിനറി ഇഷ്യൂസ് നമുക്ക് കുറേ വരാം അല്ലേ. നമുക്ക് എന്തൊക്കെ കുറേ എക്സ്ട്രാ ഓർഡിനറി ലോസസോ എക്സ്ട്രാ ഓർഡിനറി ലയബിലിറ്റീസോ ഒക്കെ വരാം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു അൺഡിസ്ക്ലോസ്ഡ് അല്ലെങ്കിൽ ഒരു ഹിഡൻ സർപ്ലസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റവന്യൂ അല്ലാതെ ഇങ്ങനെ ഒരു ഹിഡൻ സർപ്ലസോ അല്ലെങ്കിൽ അൺഡിസ്ക്ലോസ്ഡ് സർപ്ലസോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു സമയത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീറ്റ് ചെയ്യാൻ പറ്റും.
ആ ഒരു സർപ്ലസ് ഉപയോഗിച്ച് നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ലോസോ ലയബിലിറ്റിയോ ഒക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നോർമൽ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ടു ബി മെയിൻറ്റെയിൻഡ്. അതായത് നമുക്ക് ബിസിനസ്സിൽ എന്തൊക്കെ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇത്ര ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് വന്നാലും നമുക്കിങ്ങനെ ഒരു എക്സ്ട്രാ സർപ്ലസ് അല്ലെങ്കിൽ ഒരു സീക്രട്ട് റിസർവ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കറക്റ്റായിട്ടുള്ള ഡിവിഡൻഡ് എന്ത് ചെയ്യാൻ പറ്റും, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ദേ അഡ്വാൻസ് ദ ഇൻട്രസ്റ്റ് ഓഫ് അണ്ടർടേക്കിംഗ്. ഓക്കെ, നമുക്ക് സീക്രട്ട് റിസർവ് അല്ലെങ്കിൽ ഇന്നർ റിസർവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ പ്രോഫിറ്റൊക്കെ നമ്മൾ കോമ്പറ്റേറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് ഒളിച്ചു വയ്ക്കാൻ പറ്റും അല്ലേ. അങ്ങനെ പ്രോഫിറ്റ് ഒളിച്ചു വയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോമ്പറ്റീഷൻ കുറവാകും അല്ലേ. ദെൻ അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഷെയർ ഹോൾഡേഴ്സ് ഹാവ് നോട്ട് ഫുൾ നോളജ് ഓഫ് കമ്പനീസ് അഫയേഴ്സ്. കമ്പനീസ് അഫയേഴ്സിനെ കുറിച്ചിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഫുള്ളായിട്ട് നോളജ് ഇല്ല. അതായത് ഈ പബ്ലിഷ് ചെയ്യുന്ന അക്കൗണ്ട് എന്താണ്, ഇനക്കൗണ്ടാണ് അല്ലെങ്കിൽ മിസ്ലീഡിങ് ആയിട്ടുള്ള ഒന്നാണ്. സോ ഫൈനൽ അക്കൗണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ അല്ല കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്താണ്, ഒരു തെറ്റായ കാര്യമാണ് അല്ലേ. അതായത് ഇവിടെ നമുക്ക് ചില ലയബിലിറ്റീസിന് ഓവർ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വല്ല ലോസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കതിനെ മറച്ചു പഠിക്കാൻ പറ്റും അല്ലേ, ഈ സീക്രട്ട് റിസർവ് ഒക്കെ വരുന്ന സമയത്ത് അല്ലേ. അപ്പോൾ നമ്മൾ ചില അസറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാല്യൂ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ അണ്ടർ വാല്യൂ ചെയ്യുന്ന പോലെ തന്നെ ഓവർ വാല്യൂ ചെയ്ത് വെക്കാം. ഓക്കെ, അതാണ് പറയുന്നത്. ദെൻ സീക്രട്ട് റിസർവ് ഡേഞ്ചറസ് റിസോഴ്സസ്. എന്താണ് സീക്രട്ട് റിസർവ്? അതായത് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെ, നമുക്ക് ഒരു പ്രോഫിറ്റിനെ ഒളിപ്പിച്ച് വയ്ക്കാൻ പറ്റും, സീക്രട്ടായിട്ട് കെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ നമുക്ക് ലോസിന് ലയബിലിറ്റിയും സീക്രട്ടായി കീപ്പ് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് ഡേഞ്ചറസ്. കാരണം നമ്മൾ അതിൻ്റെ ഒരു സ്റ്റേക്ക് ഹോൾഡറിനോ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ അറിയില്ല. നമ്മൾ ഈ ഫിനാൻഷ്യൽ പൊസിഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുകൊണ്ടാണ് അതിലോട്ട് വരുന്നത്. അപ്പോൾ എന്താണ്, അതൊരു ഡേഞ്ചറസ് റിസോഴ്സ് ആണ്. നമുക്ക് പ്രോഫിറ്റിനെ സീക്രട്ട് ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ലോസിനെയും നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റും. കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ ബാഡ് ഇൻ പ്രിൻസിപ്പിൾ. ഇൻ പ്രിൻസിപ്പിൾ എന്താണ് ഇങ്ങനെയുള്ള കൺസീൽമെൻറ്റ്, ഫാക്ട്സും അതുപോലെ തന്നെ ഫിഗേഴ്സും ഒക്കെ കൺസീൽ ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് വെക്കുന്നത് ഒരു തെറ്റായ കാര്യമാണ് അല്ലേ. നമുക്ക് എന്താ കമ്പനീസ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതൊരു നല്ലൊരു തരത്തിൽ ഒരു പ്രാക്ടീസ് അല്ല പറയാം ഇൻ പ്രിൻസിപ്പിൾ. ഇനി നമുക്ക് നോക്കാം ജനറൽ റിസർവ്സും സ്പെസിഫിക് റിസർവും തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് ഈ പേര് തന്നെ മനസ്സിലായിട്ടുണ്ടാവും കുറേ ഡിഫറൻസ്. നമുക്ക് നോക്കാം. മീനിങ്, റിസർവ് ക്രിയേറ്റഡ് നോട്ട് ഫോർ ഇൻ സ്പെസിഫിക് ആൻഡ് റിമാർക്കബിൾ പർപ്പസസ് നോൺ ആസ് ജനറൽ റിസർവ്. ജനറൽ റിസർവ് എന്താണ്, ഈ റിസർവ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു റിമാർക്കഡ് പർപ്പസിന് വേണ്ടിയിട്ടല്ല. ഇനി സ്പെസിഫിക് പർപ്പസ് എന്തിനായിരിക്കും, ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സം സ്പെസിഫിക് ആൻഡ് റിമാർക്കബിൾ പർപ്പസ്. സ്പെസിഫിക് പർപ്പസ് എന്തുണ്ട്, ആ സ്പെസിഫിക് റിസർവ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ പിന്നിലുണ്ട്. ദെൻ പർപ്പസ് ടു മീറ്റ് സം ഫ്യൂച്ചർ കണ്ടിജൻസീസ് ആൻഡ് ഫോർ സ്ട്രെങ്തനിങ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് കൺസേൺ. ജനറൽ റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഫ്യൂച്ചർ വരുന്ന എന്തെങ്കിലും ഒരു കണ്ടിജൻസീസ് നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബിസിനസ് കൺസേണിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. സ്പെസിഫിക് റിസർവ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്പെസിഫിക് പർപ്പസ് നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജനറൽ റിസർവ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് വല്ല അൺനോൺ ലയബിലിറ്റീസ് ഒക്കെ വരുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്പെസിഫിക് എന്തിനായിരിക്കും, ചിന്തിച്ചാൽ അറിയാം എന്ത് സ്പെസിഫിക് പർപ്പസിനാണോ അത് ക്രിയേറ്റ് ചെയ്തത് അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പെയിൻ ഡിവിഡൻറ്റ്, ജനറൽ റിസർവ് നിർത്തി നമുക്ക് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കാം. ബട്ട് യൂഷ്വലി നമ്മൾ സ്പെസിഫിക് റിസർവ് നടത്തിയിട്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻറ്റ് കൊടുക്കാറില്ല. ക്രിയേറ്റഡ് ഫ്രം നമ്മൾ ജനറൽ റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നു. സ്പെസിഫിക് റിസർവ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നു.